ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ആണ് എൻ്റെ ജേണൽ ബുക്ക് കാണിച്ചു തരാൻ പോകണം. എന്തൊരു സന്തോഷമല്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. ഇതാണ് ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മുന്നേ പറഞ്ഞു. അപ്പോൾ അതൊക്കെയുള്ള ബുക്കാണ്. അപ്പോൾ എല്ലാവരും അത് പോയി കാണാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ജേണൽ ബുക്ക്. ഇതൊരു വിൻറ്റേജ് തീമല്ല, ജേണൽ ബുക്കാണ്. ഇതിൽ നിങ്ങൾ കണ്ടോ, ഇതിൽ ലോക്കൊക്കെ ഉള്ളതാണ്. കണ്ടോ, ആരും തുറക്കരുതല്ലോ. അപ്പം നമുക്ക് ലോക്ക് തുറക്കുമ്പോൾ ദിസ് ഈസ് മൈ നെയിം കൃഷ്ണധ്വനി. അത് കൊറിയ, ചൈന, അറബിക്, ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്. ഐ ലവ് ഇറ്റ് ദീസ് ലാംഗ്വേജസ്. അതെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമാണ് ഈ ലാംഗ്വേജസൊക്കെ. പക്ഷെ കൊറിയനും ചൈനയും മാത്രമാണ് എനിക്കിഷ്ടം. അപ്പുറത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ, അത് കഴിഞ്ഞ് കൊറിയയിലെ ആൽഫബറ്റ് ഇല്ല. എനിക്ക് മൈ ഫേവറേറ്റ് ഇതായതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ വേണ്ടി എഴുതിയിട്ട്, പക്ഷെ ഇതുവരെ പഠിച്ചിട്ടില്ല. പിന്നെ എൻ്റെ സ്കൂളിൽ ഞാൻ ഫസ്റ്റ് പീരീഡിലാണ് പുറത്ത് നിന്നൊരു കഥയാണ്. അതൊക്കെ ഒരു കഥ. അടുത്തതുള്ളതെന്ന് പറഞ്ഞാൽ മൈ ഫ്രണ്ടിൻ്റെ നെയിംസൊക്കെയാണ് അപ്പുറത്തും കൊടുത്തിരിക്കുന്നത്. അത് തീർത്ത, KJ, തീർത്ത, ജയേഷ്, നിയാലക്ഷ്മി, ലക്ഷ്മി, ദേവനന്ദ, നേഹ, ഗൗരിക, ദേവാഞ്ജന PS, ദേവിക, പ്രവീണ. അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കണം അവരുടെ അറിയണവരെ 2 ഡേറ്റ് ഓഫ് ബർത്താണ്. അപ്പുറത്ത് പോകുന്ന എൻ്റെ ചിക്കൻ കറിയാണ്. എൻ്റെ അമ്മമ്മ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അത് ഞാനെടുത്തു. പിന്നെ ഒരു വിഷമം വന്നപ്പോൾ അത് ഞാൻ എഴുതിയതാണ്. ആ ചുണ്ട് മറ്റാരുടെ തന്നെയല്ല, എൻ്റെ തന്നെ ആട്ടോ ലിപ്സ്റ്റിക് ഇട്ടിട്ട്. പിന്നെ ബസ്സിൽ തടിച്ചു കൂട്ടീനെ മടിയിൽ വെച്ചിട്ട് എൻ്റെ കാല് ഒരാഴ്ചയാണ് ഗൈസ്, ഒരാഴ്ചയാണ് ഞാൻ സ്കൂളിലേക്ക് പോകേണ്ടിരുന്നത്. എൻ്റെ നോട്ട്സൊക്കെ മിസ്സിങ് ആയിരുന്നു. അതിനുശേഷം ഒരു ജേർണൽ ചെയ്തതാണ് മൈ ലവ്. അത് അങ്ങനെ ഞാനൊരു റാൻഡമായിട്ട് എഴുതിയതാട്ടോ. അതതിന് ശേഷം മൈ ഫേവറേറ്റ്സ് ആണ്. അപ്പുറത്തിപ്പുറത്തുണ്ട് മൈ ഫേവറേറ്റ്സ്. അതിൻ്റെ ഇപ്പുറത്ത് മൈ റൂട്ടീനാണ്. കണ്ടോ, ഇത് വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാട്ടോ. നിങ്ങൾ വാക്ക് ഡോക്ടറാണ് കഴിഞ്ഞാൽ അതല്ല ശരിക്കും. പിന്നെ വീണ്ടും ഒരു ജേർണലാണ്. ഈ ജേർണലിന് ഇതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആ ബ്രൗൺ കളർ പേപ്പർ കാണുന്നുണ്ടോ നിങ്ങൾ? അതിൽ മലയാളം എഴുതിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒട്ടിച്ച ശേഷമാണ് അറിയണം. സാധാരണ നമ്മൾ ഇംഗ്ലീഷൊക്കെ അല്ല വയ്ക്കാറ്, ഇത് മലയാളം ഉണ്ട്. അപ്പോൾ നമ്മുടെ ജേർണൽ ബുക്ക് ഒരു സെറ്റ് ഇത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തെ പേജിൽ എൻ്റെ സ്കിൽസാണ്, ഡാൻസ്, ഡ്രോയിങ്, അങ്ങനെ സംഭവങ്ങളാണ്. അപ്പുറത്ത് ഫ്യൂച്ചർ മീ. ഇതാണ് ഞാൻ. ഇത് ഞാൻ വലുതാകുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കണേ ദൈവമേ, ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ മീ. അതിൻ്റെ അപ്പുറത്തുള്ളത് ഇതൊരു ബ്ലൂ തീമിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇത് 2 വർഷത്തിന് ശേഷം മാത്രമേ ഞാനിത് ഓപ്പൺ ആക്കത്തുള്ളൂ. അങ്ങനെയാണിത്. അതിനുള്ള ലെറ്റർ എന്താണ്, റാൻഡമായിട്ടുള്ള ലെറ്ററാണ്. എന്നാലൊരു ഭംഗിക്കൊക്കെ 2 വർഷത്തിന് ശേഷം ഇത് തുറന്നു നോക്കാൻ മനസ്സൊക്കെ തന്നെയാണ്. ഇതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ എഴുതി വെച്ചിരിക്കണേ. അപ്പം ഞാൻ 9ാം ക്ലാസ്സിലാവുമ്പോഴാണ് ഇത് തുറക്കുക, ചിലപ്പോൾ 10 വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച ബുക്കാണ്. ഇതാണ് ഞാൻ എബൌട്ട് മീ, എന്നെക്കുറിച്ചിട്ട് എഴുതിയതാണ്. അതിലെന്തിപ്പോൾ എഴുതാൻ പറ്റുക, നമ്മുടെ പേര്, നമ്മുടെ ക്ലാസ്, നമ്മുടെ ഏജ്, നമ്മുടെ ഫേവറേറ്റ് ഫുഡ്സ്, പിന്നെ വാട്ട് ലുക്ക് ലൈക്ക്, എന്നെ കാണാൻ എങ്ങനെ ഇരിക്കും, പിന്നെ മൈ കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെയൊക്കെ എഴുതി വയ്ക്കാം. ഇതാണ് പോസിറ്റീവ് നോട്ട്സ്. പോസിറ്റീവ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇത് നോക്കാം. എന്തോ ഒരു മനസ്സിന് സുഖമാണ്. എൻ്റെ ഈ ബുക്ക് തുറക്കുമ്പോൾ എന്തോ ഒരു മനസ്സിൻ്റെ സുഖമാണ്. അപ്പോഴത്തെ ബുക്കിൽ എന്ന് പറയുന്നത് തോട്ട്സാണ്, റാൻഡമായിട്ടുള്ള തോട്ട്സാണ്. അത് വായിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇറ്റ്സ് ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി വെറുതെ ഇരുന്നപ്പോൾ ഒരു കുത്തിക്കുറിച്ച് എഴുതിയതാട്ടോ. അതിൻ്റെ അപ്പുറത്ത് URI, എൻ്റെ ഒരു കവിത പോലത്തെ ഒരു സംഭവമാണ്. കവിത അതിൻ്റെ അപ്പുറത്തൊക്കെ അങ്ങനെയുണ്ട്. ഇതൊക്കെ വെറുതെ എഴുതിയതാണ്. അതിനുശേഷം ഇതൊരു വീണ്ടും ഒരു ജേർണലിംഗ് ആണ്. കണ്ടു. അതിനുശേഷം സ്റ്റഡി ടിപ്സാണ്. ഈ സ്റ്റഡി ടിപ്സ് നോക്കിയിരുന്നാൽ ഫുൾ A+ കിട്ടും. പക്ഷേ ഇത് ഞാൻ ചെയ്യാറില്ല. കുഴപ്പമൊന്നുമില്ല, കിട്ടാറൊക്കെ മാർക്ക്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ദിസ് ഈസ് ഗുഡ്, ദിസ് ഈസ് ബാഡ്, ദിസ് ഈസ് ബാഡ് ആൻഡ് ഗുഡ്, ദിസ് ഈസ് ഗുഡ് ആൻഡ് ബാഡ്. എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ എഴുതിയതാണ്. എൻ്റെ ലൈഫ് ഈക്വലാണ്, 2 കൂടി ചേർന്നതാണ്. ബാഡ് ഇൻ ദ ഗുഡ്, ഗുഡ് ഇൻ ദ ബാഡാണ് എൻ്റെ ലൈഫ്. അപ്പുറത്ത് ഞാൻ വരച്ചിട്ടും അങ്ങനെ തന്നെയാണ്. കണ്ടോ, ഇതന്നെയാണ് വരച്ചിരിക്കുന്നത്. എനിക്ക് നല്ല മൂക്കടപ്പുണ്ട് കേസ്. അയ്യോ. അതിന് ശേഷം
സെൽഫ് ലവ് ആണ്. ഇത് എന്നെക്കുറിച്ച് സെൽഫ് ലവ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഫേവറേറ്റ് സോങ് ബ്ലാക്ക് പെൻ ഇല്ലാത്തതുകൊണ്ട് അത് പൂരിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല, സോറി. അതിന് ശേഷമാണ് മെയ്യിൽ സ്പെഷ്യൽ നോട്ട്സ്. അതിലാണ് നമ്മുടെ ബുക്ക്, ബാഗ്, നമ്മുടെ സ്കൂളിലേക്ക് പോകാനുള്ള യൂണിഫോം തയ്പ്പിക്കൽ, അതൊക്കെ ഓടിപ്പടച്ച് നമ്മളത് ചെയ്യണം ഇതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും സ്കൂളിലേക്ക് പോകുമ്പോൾ, പുതിയ ബുക്ക് അതൊക്കെ കിട്ടും. അടുത്തത് ദിസ് ഈസ് മൈ ഫാമിലി, ദിസ് ഈസ് മൈ ബ്രദർ, ദിസ് ഈസ് മൈ അത് ഞാനല്ലേ? ഓക്കെ 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 അത് ഞാനാണ് ഗൈസ്. പിന്നെ എന്താ ഞാനിങ്ങനെ സിസ്റ്ററിന് പറയാം. അപ്പോൾ ദിസ് ഈസ് മൈ ബ്രദർ, ദിസ് ഈസ് മീ, ദിസ് ഈസ് മൈ മദർ, ദിസ് ഈസ് മൈ ഫാദർ. ഇത് അവരെ കുറിച്ചിട്ടൊരു നോട്ട് പോലെ, മൈ ഫാമിലിനെ കുറിച്ചിട്ട് നോട്ട് പോലെ എഴുതിയിരിക്കുകയാണ് അപ്പുറത്തെ പേജിൽ ഞാനൊരു ജേർണലും ഒരു കാര്യവും എഴുതാൻ വേണ്ടി വിട്ടിരിക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ വീഡിയോൻ്റെ അടിയിൽ. അതിന് ശേഷം നമ്മൾ യെല്ലോ തീമിൽ ഞാൻ കൈകൊണ്ട് ചെയ്തെടുത്ത ഈ 2 മാത്രമാണ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കൈകൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെ മേക്കിംഗ് ആണ് ഫുള്ള്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുന്നത് മീഷോന്ന് വാങ്ങിയതാണ്. നല്ല ക്വാളിറ്റിയുള്ള ബുക്കാണ്. ഒരു ചാർട്ട് 2 ഒട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ കൂടെ കിട്ടിയത് തന്നെയാണ്. താങ്ക് യു ഫോർ ദ ഓർഡർ, അങ്ങനെ താങ്ക് യു ഫോർ യുവർ ഓർഡർ, അങ്ങനെ ഒരു സംഭവം. അപ്പം മീഷോയിൽ ഇതൊരു 188 ആ റേറ്റിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആണ്. അതിന് ശേഷം ഇതാണ് നമ്മുടെ ബുക്ക്, വിൻറ്റേജ് തീമിൻ്റെ ബുക്ക്. അപ്പോൾ നല്ല കാൽപ്പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.